സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേവ്ജിയെ കണ്ട് അനിരുദ്ധും മാനസയും വരുണും ചേർന്ന് എന്തോ പ്ലാൻ തയ്യാറാക്കുന്ന പോലെ തനിക്ക് ഫീൽ ചെയ്തെന്നും താൻ വഴിയരികിൽ അവരെ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം കൃഷിനോട് തൽക്കാലം ഇതൊന്നും പറയണ്ട, പാർട്ടി അലങ്കോലാക്കാൻ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്ലാൻ തയ്യാറാക്കുമായിരിക്കും, അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം കൺമണിക്കാണെന്ന് ദേവ്ജി പറയുന്നുണ്ട്. അങ്ങനെ അലിഗയിൽ കൃഷിനെ കാണാതെ തന്നെ കൺമണി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് വഴിയരികിൽ പരിചയമില്ലാത്തൊരു ചേട്ടൻ ചോദിക്കുന്നുണ്ട്, കൺമണിക്ക് കൃഷിനെ ഇഷ്ടമല്ലേ, കൃഷിനോട് പറയാതെ വന്നത് ശരിയായില്ല. അതിന് ചേട്ടൻ ആരാ? അതിനൊന്നും മറുപടി അറിയാതെ അദ്ദേഹം അങ്ങ് പോകുന്നു. അതിനുശേഷം രണ്ട് ചേച്ചിമാർ നടന്നു വരുന്നുണ്ട്. ആ ചേച്ചിമാരും പറയുന്നുണ്ട്, കൃഷിനോട് പറയാതെ വന്നത് മോശമായിപ്പോയി. അത് കേട്ടതും നേരെ നോക്കുന്നത് കൃഷിൻ്റെ മുഖത്തേക്കാണ്. കൃഷി ഓപ്പോസിറ്റ് നിന്ന് ആരെയോ ഫോണിൽ വിളിക്കുന്നത് കണ്ടിട്ട് കൺമണി ക്രോസ് ചെയ്ത് കൃഷിൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. സാർ എന്ന് വിളിക്കുമ്പോൾ ആരാ മനസ്സിലായില്ല. കൃഷ് സാഗർ അല്ലേ എന്ന് നോക്കുമ്പോൾ അതേ കൃഷ് സാഗറാ, പക്ഷെ കുട്ടിയെ മനസ്സിലായില്ല. ആരാണെന്ന് നോക്കുമ്പം കൺമണിക്ക് വിഷമവും സങ്കടവും ഒക്കെ വന്ന് തിരികെ അങ്ങ് പോകുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്നു പറഞ്ഞ് കൈ കയറി പിടിക്കുന്നു. അപ്പോഴത്തേക്കും കൺമണി കരച്ചിൽ തുടങ്ങി. കൈ വെച്ച് കണ്ണ് മൂടി കെട്ടി നിന്ന് കൃഷി പറയുന്നുണ്ട്, താൻ എന്നോട് പറയാതെ വന്നതിൻ്റെ ദേഷ്യത്തിന് വഴിയരികിൽ കണ്ടവരെ തൻ്റെ മുമ്പിലേക്ക് പറഞ്ഞു വിട്ടതാ തന്നെയൊന്ന് പറ്റിക്കാൻ, ക്ഷമിക്കടോ സോറി എന്നൊക്കെ പറയുന്ന സമയത്ത് കൺമണിയാണെങ്കിൽ കൈ എടുക്കുന്നില്ല. അപ്പം കൃഷി തന്നെ കൈ വലിച്ചെടുക്കുമ്പം കൺമണി ചിരിക്കുന്നു. എനിക്ക് അപ്പോഴേ മനസ്സിലായി സാറിൻ്റെ പരിപാടിയാണ് ഇതെന്ന്. സാറിന് എന്നെ പറ്റിക്കാമെങ്കിൽ സാറിനെ എനിക്കും പറ്റിച്ചൂടെ. അപ്പം തൻ്റെ നമ്പറായിരുന്നല്ലേ, എനിക്ക് അപ്പോഴേ മനസ്സിലായി. സാറ് സോറി പറഞ്ഞപ്പോഴേ. എന്തായാലും എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, നമുക്കൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോയാലോ? കല്യാണത്തിന് മുമ്പ് കിട്ടുന്ന ഈ അവസരമൊക്കെ പിന്നീട് ഓർത്ത് സന്തോഷിക്കാം. കല്യാണത്തിന് ശേഷം ഇതുപോലെ ചുറ്റിക്കറങ്ങി നടക്കുന്നതിൻ്റെ ഫീലിങ്സ് കിട്ടുമെന്ന് നോക്കുമ്പോൾ അതെന്താ കല്യാണത്തിന് ശേഷം കിട്ടാത്തത്? അതല്ല, വിവാഹത്തിന് മുമ്പുള്ള ആ ഒരു കറക്കം ഒരു പ്രത്യേക ഫീലല്ലയോ? വാ നമുക്കെന്തായാലും കഴിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ കൺമണി പറയുന്നു, അതൊന്നും വേണ്ട, ആരെങ്കിലും കാണും എന്ന് കരുതിയിട്ടാണോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നാളെ എല്ലാവരും അറിഞ്ഞുള്ള ലൈസൻസാണ് എനിക്ക് തന്നെ മേൽ കിട്ടുന്നത്. അങ്ങനെ രണ്ടുപേരും റെസ്റ്റോറൻറ്റിൽ ചെല്ലുന്നു. കൃഷി ആണെങ്കിൽ നാരങ്ങ വെള്ളവും കട്ട്ലേറ്റും മേടിക്കാനായി പോയിരിക്കുന്നു. കൺമണി ആ സമയത്ത് ആലോചിക്കുന്നു, മാനസയും വരുണിനെയും അനിരുദ്ധിനെയും കണ്ട കാര്യം സാറിനോട് പറയണോ വേണ്ടിയോ? ആ സമയത്താണെങ്കിൽ കൃഷി നാരങ്ങ വെള്ളവും കട്ട്ലേറ്റുമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് കൺമണിയോട് പറയുന്നു, നല്ല തണുത്ത കട്ട്ലേറ്റും ചൂട് നാരങ്ങ വെള്ളവും ഉണ്ട്. അല്ല, തണുത്ത നാരങ്ങ വെള്ളവും ചൂട് കട്ട്ലേറ്റും, പറഞ്ഞത് തിരിഞ്ഞു പോയതാ. കൺമണി പറയണോ വേണ്ടിയോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നാളത്തെ പാർട്ടിയുടെ കാര്യം എല്ലാവരും അറിഞ്ഞു കാണും? ആ, ഒരുവിധം എല്ലാവരും അറിഞ്ഞു കാണും. അതായത് മാനസയും വരുണും ഒക്കെ അറിഞ്ഞു കാണും. പ്ലീസ് കൺമണി, എന്നോട് ആ കാര്യങ്ങളൊന്നും ചോദിക്കരുത്. പോസിറ്റീവായിട്ടുള്ളൊരു കാര്യത്തിന് നെഗറ്റീവ് അടിപ്പിക്കരുത്. എനിക്ക് അവരെക്കുറിച്ച് കേൾക്കുന്നതേ ഇഷ്ടമല്ല. എന്തിനാ ചുമ്മാ നെഗറ്റീവ് അടിക്കുന്നത്? ആ സമയത്ത് കൺമണി മനസ്സ് വിചാരിക്കുന്നു, സാറിനോട് പറയണ്ട, എന്തായാലും ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. തുടക്കത്തിൽ കീരിയും പാമ്പും ആയിരുന്ന നമ്മളാ നാളത്തെ പാർട്ടിയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്. തനിക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യം കണ്ട ദിവസം? പിന്നെ ഓർമ്മയില്ലാതെ വണ്ടി ഇടിച്ചതും താൻ എങ്ങനെ ആ വണ്ടി കയറി പറ്റിയെന്നാണ് എനിക്കറിയാൻ വയ്യുന്നത്. ഞാൻ ഓർക്കുന്നത് അതല്ല, ഓഫീസിൽ വെച്ച് സാർ എന്നെ അപമാനിച്ചിറക്കി വിട്ടത്. ആ സീൻസൊക്കെ രണ്ടുപേരുടെയും മനസ്സിൽ തെളിയുന്നുണ്ട്. എൻ്റെ മനസ്സിൽ എപ്പോഴാണ് തന്നോട് ഇഷ്ടം തോന്നിയെന്ന് അറിയാമോ? അപ്പോൾ കൺമണി പറയുന്നു, ഇല്ല. മാനസ വരച്ച ഡിസൈനാണെന്ന് പറഞ്ഞ് താൻ വരച്ച ഡിസൈൻ അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും താൻ വന്ന് അവളെ സപ്പോർട്ട് ചെയ്താൽ പറഞ്ഞത് ഇത് മാനസ വരച്ച ഡിസൈനാണെന്നും. ഞാനും ഡിസൈൻ വരച്ചിരുന്നു, പക്ഷേ ഇതല്ല, ഇത് മാനസ തന്നെ വരച്ച ഡിസൈനാണ്. അവർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നെന്ന്. നീ വരച്ച ഡിസൈൻ ആയിട്ട് പോലും ക്ഷമ ചോദിക്കാനുള്ള നിൻ്റെ മനസ്സിനെ അന്നാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. കൺമണിക്ക് എപ്പം മുതലാ എന്നോട് ഇഷ്ടം തോന്നിയെന്ന് കൃഷി ചോദിക്കുമ്പം കൺമണി പറയുന്നുണ്ട്, പൂർവ്വജന്മത്തിലെ നമ്മൾ തമ്മിൽ അടുപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പൂർവ്വജന്മത്തിൽ അടുപ്പത്തിലായിരുന്നെങ്കിൽ ഈ ജന്മത്തിൽ നീ എൻ്റെ തലയിൽ കയറിയിരിക്കുകയെന്ന് പറയുമ്പോൾ കൺമണിയാണെങ്കിൽ തട്ടുന്നുണ്ട്. അതേ തുടർന്ന് കൃഷിൻ്റെ മണ്ടയിൽ നാരങ്ങ വെള്ളം കയറുന്നു. കൺമണിയാണെങ്കിൽ തലയെ തട്ടിക്കൊടുത്ത് അടുത്തേക്ക് ചെന്നിരിക്കുമ്പോഴത്തേക്കും കൃഷി കുറേ റൊമാൻസ് കാണിക്കാൻ ഒരുങ്ങുമ്പം കൺമണി അതിന് തക്ക മറുപടി കൊടുക്കുന്നു. അതേസമയം അനിരുദ്ധ് വരുണിനെ കാണാനായിട്ട് വരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ പോസിറ്റീവായി എടുക്കണമെന്ന് അനിരുദ്ധ് പറയുമ്പോൾ അതിനർത്ഥം താൻ നെഗറ്റീവ് പറയാൻ പോകുന്ന. പറഞ്ഞോ, എന്നെ ഈ പ്ലാനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടുവെന്നും ആ സ്വപ്നത്തിൽ ഈ പ്ലാൻ പരാജയപ്പെട്ടതിനെ തുടർന്ന്
ACP തന്നെ വഴക്ക് പറയുന്നതായിട്ട് കണ്ടു എന്നൊക്കെ പറയുമ്പം വരുൺ പറയുന്നു, സ്വപ്നം കണ്ടതുപോലെ നടക്കണമെന്നുണ്ടെങ്കിൽ കൺമണി എൻ്റെ ഭാര്യ ആയിരിക്കണം. ഇന്ന് ഞങ്ങളുടെ കൊച്ചിൻ്റെ നൂലുകെട്ടായിരുന്നു. അത് വല്ലതും നടന്നോ? അതുപോലെയുള്ളൂ. താൻ ചുമ്മാ പേടിക്കണ്ട. തൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഒരു ചായയും പഴംപൊരിയും മേടിച്ച് തന്നു വിടണം എന്നാ ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ അതിന് പറ്റില്ല. ഇതെൻ്റെ അവസാന പ്ലാനാണെന്നും മാനസ പറഞ്ഞതുപോലെ കൃഷിനെ ഹഗ് ചെയ്ത് അവൻ്റെ പോക്കറ്റിലേക്ക് ആ മയക്കുമരുന്ന് എത്തിക്കും. താൻ കൃത്യസമയത്ത് അവനെ വന്ന് അറസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതിന് ശേഷം കൺമണി ഞാനും തമ്മിലുള്ള വിവാഹം. പറഞ്ഞ കാശ് എണ്ണി മേടിച്ചപ്പോൾ തൻ്റെ പേടിയൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതുപോലെ പ്ലാൻ നടപ്പാക്കി തന്നാൽ മതിയെന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടി അടിയാവുന്നുണ്ട്. ഒടുക്കം വരുൺ കുറച്ച് പൈസയും കൂടി പോക്കറ്റിൽ വെച്ച് കൊടുക്കുന്നു. നിൻ്റെ പൈസയൊന്നും എനിക്ക് വേണ്ട. അതിന് തരുന്നത് കൂലിയായിട്ടല്ലല്ലോ, സന്തോഷത്തിനല്ലേ. ഞാൻ പൈസ തരുമ്പോഴെല്ലാം സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ അനിരുദ്ധ് സാറിന് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ സന്തോഷം സാറങ്ങ് സ്വീകരിച്ചിട്ട് പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടപ്പാക്കി തരണം. എൻ്റെ ദേഹത്ത് അടി കിട്ടാത്ത ഒരു സ്ഥലം പോലും ഇല്ല. നടുവാണെങ്കിൽ അനക്കാൻ വയ്യ. വരെ ഫുഡ് പോലും വായി വെച്ച് ചവച്ച് കഴിക്കാൻ പറ്റുന്നില്ല. ഇനി മിക്സിയിലെങ്ങാനും ഇട്ട് അടിച്ച് കഴിക്കേണ്ട അവസ്ഥയാണ്. എന്നിട്ട് പോലും ഞാൻ എൻ്റെ പദ്ധതികളിൽ നിന്നും പിന്മാറുന്നില്ലല്ലോ. അങ്ങനെ വേണം മനക്കരുത്ത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അയാളെ പറഞ്ഞയക്കുന്നുണ്ട്. അന്നേരമാണ് വരുൺ കാണുന്നത് അമ്മായി അതുവഴി പോകുന്നത്. ഇത് കൺമണിയുടെ അമ്മായി അല്ലേ? അമ്മായി എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്ന് കയറി കൊടുക്കുന്നു. അമ്മായി എങ്ങോട്ട് പോയതാ? അത് താൻ അറിഞ്ഞിട്ട് എന്ത് വേണം? കൺമണിയും ഞാനും തമ്മിലുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പാക്കേജിനെ കുറിച്ച് പറയട്ടെ. ഇത് സിംഗിൾ പാക്കേജ്, ഇത് ഡബിൾ പാക്കേജ് എന്ന് പറഞ്ഞ് അമ്മായി കണക്കിന് കൊടുക്കുന്നുണ്ട് ചെള്ളയ്ക്കും നടുവിനുമൊക്കെ. എന്നിട്ട് പറയുന്നു, കൺമണിയും കൃഷിയും തമ്മിലുള്ള വിവാഹം നാളെ പബ്ലിക്കായി അനൗൺസ് ചെയ്യും. അവരുടെ വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കും. നീ അതിനിടയ്ക്ക് കട്ടുറുമ്പായി വരണ്ട. പിന്നെ അടങ്ങി ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു സദ്യ തിന്നാനുള്ള വക ഒപ്പിച്ചു തരാം. അങ്ങനെ അമ്മായി പോകുമ്പം വരുൺ മനസ്സിൽ വിചാരിക്കുന്നു, സ്വർഗത്തിൽ വെച്ച് അവരുടെ വിവാഹം നടക്കുമെന്നല്ലേ. നാളെ മുതൽ അവൾ എന്നോടൊപ്പം നരകത്തിലാണ് ജീവിക്കാൻ പോകുന്നത്. അതേസമയം കൃഷിൻ്റെ ഫോണിലേക്ക് ബലരാമൻ വിളിക്കുന്നു. നീ എവിടെയാ? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ കൺമണിയോട് പറയുന്നു, ചേട്ടനാ വിളിച്ച് അത്യാവശ്യമായിട്ടൊന്ന് കാണണം, നീയും കൂടെ വരാൻ. അപ്പം കൺമണി പറയുന്നു, വേണ്ട, സാറ് പോയാൽ മതിയെന്നും തനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണണമെന്ന്. അങ്ങനെ ബലരാമനെ കാണാൻ കൃഷി ഒറ്റയ്ക്ക് വരുന്നു. ചേട്ടാന്ന് വിളിച്ച് കൃഷി അടുത്തേക്ക് ചെല്ലുമ്പോൾ ബലരാമൻ പറയുന്നു, നിങ്ങൾക്കൊക്കെ സന്തോഷമുള്ളൊരു വാർത്ത പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. എന്താ ചേട്ടാ? ഞാൻ തിരികെ ദുബായി പോവുക. ഞങ്ങൾക്ക് സന്തോഷമുള്ള വാർത്തയോ? ചേട്ടന് സന്തോഷമാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും സന്തോഷമില്ല. നിങ്ങൾക്ക് സന്തോഷം തരുന്ന വാർത്തയെന്ന് പറഞ്ഞതിനർത്ഥം ഞാൻ ഇവിടുന്ന് പോകുന്നതാ നിങ്ങളുടെ സന്തോഷമുള്ള ജീവിതത്തിന് നല്ലത്. എന്താ ഏട്ടാ കാര്യം? എന്താണെങ്കിലും തുറന്നു പറ, ഞാനില്ലേ കൂടെ. ഈ ഒരു വാക്ക് മതി, അതിനപ്പുറം ഒന്നുമില്ലേലും വേണ്ടിയില്ല. എൻ്റെ കൂടെ എൻ്റെ അനിയനുണ്ടെന്നുള്ള ഒരു വാക്ക് കേട്ടാൽ മതിയെന്ന് പറയുമ്പം കൃഷി വീണ്ടും ചോദിക്കുന്നു, എന്താ ഏട്ടാ കാര്യം? എന്താണെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ ബലരാമൻ കാര്യങ്ങൾ പറയുമോ ഇല്ലയോ എന്ന് കാണിക്കുന്ന ഭാഗത്താണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ബലരാമൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയുമെന്ന് പ്രതീക്ഷിക്കാം. അതായത് സുമിത്രയും ബാലുവും തന്നെ ആക്രമിക്കാൻ ആളെ വിട്ട കാര്യവും പിന്നെ അച്ഛൻ്റെ ഫോണിലേക്ക് മെസ്സേജും വോയിസും അയച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ കൃഷി അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും.